നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രതിദിന സർവീസുകൾക്ക് 625 ദിർഹം മുതൽ ടിക്കറ്റ് നിരക്കുകൾ. ഇന്ത്യയിലെ ഈ നഗരത്തിൽ നിന്ന് നേരിട്ടുള്ള ആദ്യ സർവീസുമായി ഇൻഡിഗോ എയർലൈൻസ്. യുഎഇയിൽ 7 എമിറേറ്റുകളിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് ഇൻഡിഗോ സർവീസുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ മുംബൈയിൽ നിന്ന് റാസൽ ഖൈമയിലേക്കുള്ള ഇൻഡിഗോ എയർലൈൻസിന്റെ ആദ്യ സർവീസ് ആരംഭിച്ചു. ഇൻഡിഗോ എയർലൈൻസിന്റെ 100ാമത് ഡെസ്റ്റിനേഷനാണ് പുതിയതായി ആരംഭിച്ചത്. നിലവിൽ പ്രതിദിന സർവീസുകൾക്ക് 625 ദിർഹം മുതലാണ് ടിക്കറ്റ് നിരക്കുകൾ. 180 യാത്രക്കാരാണ് ആദ്യ വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീറും ഇൻഡിഗോ എയർലൈൻസ് സിഇഒ പീറ്റർ എൽബേഴ്സും ഉണ്ടായിരുന്നു. റാസൽ ഖൈമ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൗദ് ബിൻ സഖർ അൽ ഖാസിമി, റാക്ക് അന്താരാഷ്ട്ര വിമാനത്താവള മേധാവി ഷെയ്ഖ് സലേം ബിൻ സുൽത്താൻ അൽ ഖാസിമി എന്നിവർ ആദ്യ വിമാനത്തെ സ്വീകരിക്കാനെത്തി. മാത്രമല്ല, ഗൾഫ് മേഖലയിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് സർവീസുകളുടെ എണ്ണം കൂട്ടാനൊരുങ്ങുകയാണ്. ഇന്ത്യക്കും മിഡിൽ ഈസ്റ്റിനും ഇടയിലുള്ള ഗതാഗതം സുഗമമാക്കുന്നതാണ് പുതിയ സർവീസുകൾ. ഒക്ടോബറിൽ ദോഹ, ദുബായ്, റിയാദ് നഗരങ്ങളിലേക്ക് അധിക സർവീസ് തുടങ്ങും. ഒക്ടോബർ 30 ഹൈദരാബാദിൽ നിന്ന് നേരിട്ട് ദോഹയിലേക്കും സൗദി അറേബ്യയിലെ റിയാദിലേക്കും പുതിയൊരു സർവീസ് കൂടി തുടങ്ങും. മംഗളൂരിൽ നിന്ന് ദുബായിലേക്കുള്ള സർവീസ് ഒക്ടോബർ 31 ആരംഭിക്കും. പുതിയ സർവീസ് കൂടി തുടങ്ങുന്നതോടെ ഹൈദരാബാദിൽ നിന്ന് ദോഹയിലേക്ക് നേരിട്ടുള്ള സർവീസുകളുടെ എണ്ണം 3 ആകും. പുലർച്ചെ 2 മണി, രാവിലെ 8 മണി, രാത്രി 8:10 എന്നിങ്ങനെയാണ് ഹൈദരാബാദ് ദോഹ നേരിട്ടുള്ള സർവീസുകൾ. ഹൈദരാബാദ് ദോഹ കണക്ഷൻ സർവീസുകൾക്ക് പുറമെയാണിത്. ആഴ്ചയിൽ തിങ്കൾ, ശനി ദിവസങ്ങളിൽ റിയാദ്, ഹൈദരാബാദ്, ഞായർ, വെള്ളി ദിവസങ്ങളിൽ ഹൈദരാബാദ് ടു റിയാദ് എന്നിങ്ങനെയാണ് സർവീസുകൾ. 31 മുതൽ ദുബായിലേക്കുള്ള അധിക സർവീസ് എല്ലാ ദിവസവും ഉണ്ടാകും. നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഫിഫ ലോകകപ്പിന് ഖത്തർ ആതിഥേയത്വം വഹിക്കുന്നതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങളിൽ തിരക്കേറുമെന്ന് മാത്രമല്ല, ടിക്കറ്റ് നിരക്കും കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.